തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന തിരക്കിലാണ് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ. തിരുവനന്തപുരത്ത് UDFന് തന്നെ ഒരു തലവേദനയായിട്ട് കേരള കോൺഗ്രസ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായിരിക്കുന്ന മോൻസ് ജോസഫ് MLA നമ്മോട് ചേരുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടാനുള്ള ഒരു കാരണത്തിലേക്ക് എത്തിയതെന്താണ്? അല്ല, UDFനൊരു തലവേദനയായി കേരള കോൺഗ്രസ് ഒരിക്കലും മാറിയില്ല. UDFന്റെ വളർച്ചയ്ക്കും UDFന്റെ നിലനിൽപ്പിനും കേരള കോൺഗ്രസിന്റെ തലത്തിൽ നിന്ന് UDF വിട്ട് പലരും പോയപ്പോഴും UDFനോടൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് UDFനെ കെട്ടുറപ്പോടെ മുന്നോട്ട് നയിക്കാൻ കേരള കോൺഗ്രസ് അണികളെ UDFനോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് PJ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് UDFന്റെ നിലനിൽപ്പും വളർച്ചയും ഭാവി കാലഘട്ടത്തിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളായിട്ട് ഒരു തലവേദനയും ഉണ്ടാക്കിയില്ല. പക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ സംഭവിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ UDF ലീഡർഷിപ്പിന് സംഭവിച്ച പാളിച്ചയാണ്. കാരണം സ്റ്റേറ്റ് UDF എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം ഉഭയകക്ഷി ചർച്ചകളിലൂടെ എല്ലാ പാർട്ടികളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുകയും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യുക. ഇത് സ്റ്റേറ്റ് UDF എടുത്തിരിക്കുന്ന തീരുമാനത്തെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ മുൻ DCC മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്. അപ്പോൾ ഈ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഉഭയകക്ഷി ചർച്ച കേരള കോൺഗ്രസ് നടത്തിയിരുന്നു. അതിന് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ഒട്ടാകെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന നല്ല അന്തരീക്ഷമാണ് UDFിലുള്ളത്. തിരുവനന്തപുരം DCCയുടെ പ്രശ്നമാണോ തിരുവനന്തപുരത്ത് സംഭവിച്ചത്? തിരുവനന്തപുരത്ത് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവിടെ കേരള കോൺഗ്രസിന് നേരത്തെ കോർപ്പറേഷന് 4-5 സീറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അതൊരു 2 സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു തർക്ക വിഷയമായിട്ട് മാറി. പിന്നീട് അതൊരു ധാരണ എത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ വന്നു. അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഒക്കെ തർക്കങ്ങൾ കഴിഞ്ഞോളൂ. കാരണം പാർട്ടി പിളർപ്പിൻ്റെ പ്രശ്നത്തെ തുടർന്ന് UDFിൽ കേരള കോൺഗ്രസിന് ഒരു കാര്യമായ സംരക്ഷണം കിട്ടാതെ പോയൊരു ജില്ലയാണ് തിരുവനന്തപുരം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളാണ് ഇപ്രാവശ്യം വീണ്ടും തലയുയർത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്കിലും ഞാൻ പറഞ്ഞ അവിടെ തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു പ്രശ്നം കേരള കോൺഗ്രസിനെ കൂടി ഇരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പാർട്ടി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പരിശോധിക്കട്ടെ. പരിശോധിച്ച് കേരള കോൺഗ്രസിന് ഇന്നതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് പരിഹരിക്കപ്പെടാത്തതാണ് ഞങ്ങൾ ഇടപെടുമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ കൊട്ടാരക്കര പൊന്നച്ചനും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോണി ചെക്കിട്ട് അടക്കം പാർട്ടി നേതാക്കൾ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ പുറകെ നടന്നിട്ടും അവിടെ ഒരു തൃപ്തികരമായ ചർച്ചയിലേക്കോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവമെന്ന് കേൾക്കാനോ കഴിയാത്ത ഒരു സുവിശേഷം ഉണ്ടായെന്നുള്ളതാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് ഞങ്ങൾ ചോദിച്ചു. എന്താണ് ഇതിനെ സംഭവിച്ചത്? വാർത്ത വന്നപ്പോൾ ഞങ്ങൾ തിരക്കിയുണ്ടായി. ഞങ്ങൾ പറഞ്ഞിരുന്നത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഈ വിഷയത്തിൽ ഇടപെടാം, വെയിറ്റ് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ദിവസങ്ങളായിട്ട് അവരോട് മാത്രം ചർച്ച ചെയ്യില്ല. അപ്പോൾ മറ്റ് ഘടകകക്ഷികളോടെല്ലാം അവിടെ ഒരു നീതിപൂർവമായി പരിഗണിക്കുകയും കോർപ്പറേഷനിലും മറ്റ് മേഖലകളിലൊക്കെ സീറ്റ് കൊടുക്കാനും ഒക്കെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ നേതൃത്വം തയ്യാറായിട്ടുണ്ട്. എന്നാൽ കേരള കോൺഗ്രസിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കിയ ഒരു സുവിശേഷമാണ് അവിടെ ഉണ്ടായെന്നുള്ളതാണ് അവർ വിഷമമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് പരിഹരിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയം സ്റ്റേറ്റ് UDF നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും, കോൺഗ്രസ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ശ്രദ്ധയിലും കൊണ്ടുവരും. അവരങ്ങനെ അവരുടെ ശ്രദ്ധപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മറ്റ് നേതാക്കളും ഒക്കെ ഇടപെട്ട് പരിഹരിച്ചാൽ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ കോട്ടയത്തൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള കൊല്ലം, ആലപ്പുഴയൊക്കെ ജില്ലകളിൽ, മലബാർ ജില്ലകളിലടക്കം സ്മൂത്തായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിച്ചു പോകുന്ന നല്ല അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ പ്രശ്നങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾ. ശബരിനാഥിൻ്റെ കവടിയാറിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്നുള്ളതാണ്, ആളിനെ കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല, കേരള കോൺഗ്രസിന് സീറ്റ് ചർച്ചയിലൂടെ ഒരു പരിഗണന UDFിൽ തിരുവനന്തപുരത്ത് കിട്ടാതെ വന്നപ്പം അവർ പാർട്ടി ജില്ലാ കമ്മിറ്റി വിവിധ വാർഡുകളിൽ പാർട്ടിക്ക് ഇപ്പോൾ ഏത് വാർഡാണ് കിട്ടണമെന്ന് അറിയത്തില്ലല്ലോ. സീറ്റ് ചർച്ച നാളടക്കം ഏതൊക്കെ കിട്ടണമെന്ന് അറിയത്തില്ല. അപ്പോൾ വിവിധ വാർഡുകളിലേക്ക് അവർ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാക്കിയേ ഉള്ളൂ. അല്ലാതെ ശബരിനാഥിനെതിരെ കേരള കോൺഗ്രസ് മത്സരിക്കും എന്ന് പറയണ്ട, അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പം പക്ഷേ ശബരിനാഥിൻ്റെ എന്നുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേരള കോൺഗ്രസിന് കുറച്ചെങ്കിലും ആളുകളൊക്കെ ഉള്ള ഞങ്ങൾക്ക് ഒരു കാൻഡിഡേറ്റിനെ പുട്ടപ്പ് ചെയ്യാവുന്ന വാർഡുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് ജില്ലാ കമ്മിറ്റി ഒരു പട്ടിക തയ്യാറാക്കി. ഒരു മത്സരിക്കാനുള്ള സാധ്യതാ പട്ടിക. അതിപ്പോൾ ഏത് സീറ്റ് കിട്ടിയാലും നമുക്ക് സ്ഥാനാർത്ഥി വേണ്ടേ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തു എന്നുള്ളതേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റു തർക്കങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 സീറ്റ് വേണം.
അല്ല, 2 സീറ്റൊന്നുമല്ല. കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടക്കണം. UDFിൻ്റെ ചർച്ചയിൽ തിരുവനന്തപുരം ജില്ലയിലും മറ്റ് ജില്ലയിൽ ചെയ്യുന്ന പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും കേരള കോൺഗ്രസിനെ കൂടി ചേർത്ത് പിടിക്കണം. അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇടപെട്ട് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറാണ്. ഞങ്ങൾ സ്റ്റേറ്റ് ലീഡർഷിപ്പുമായി പരിപൂർണ്ണമായിട്ട് സഹകരിച്ചിരിക്കുന്ന നല്ല അന്തരീക്ഷമാണ് UDFിലുള്ളത്. അതുകൊണ്ട് ആ അന്തരീക്ഷത്തിനൊന്നും ഒരു കോട്ടവും സംഭവിക്കില്ല. പരിഹരിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് ലീഡർഷിപ്പ് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇടപെട്ടാൽ കാര്യങ്ങൾ തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും തിരുവനന്തപുരത്ത് ചർച്ചകൾ നടക്കണം. UDFിന് തലവേദനയായിട്ട് തിരുവനന്തപുരത്ത് കേരള കോൺഗ്രസ് വരില്ല എന്നുള്ളതാണ് മോൻസ് ജോസഫ് MLA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.